സീസൺ 5 വേദിയിൽ അരങ്ങേറുന്ന മനോഹര നിമിഷങ്ങൾ കാണാം. ഇന്നൊരു എക്സിക്യൂട്ടീവ് ലുക്കാണ്. അണ്ണന്റെ ആരും ഇതുവരെ കാണാത്ത മുഖം. കാക്കിക്കുപ്പായത്തിന് ഒരു കവി ഹൃദയം, ഒരു കലാകാരൻ, ഒരു ഗായകൻ. വേദിയിൽ ഏവരെയും വിസ്മയിപ്പിക്കുന്ന പ്രകടനമാണ് ദേവദർശ് കാഴ്ചവെച്ചത്. പേന തൊട്ടിട്ടില്ല. എനിക്കൊന്നും പറയാനില്ല. നിനക്ക് ദീർഘായുസ് തരട്ടെ, നല്ല ശബ്ദം തരട്ടെ. ടോപ്പ് സിംഗർ വേദിയിൽ നിഹാരക്കുട്ടി ആലപിച്ച മനോഹരമായ ഗാനം കേൾക്കാം. മോൾ ഇതുപോലെ പാടുമ്പോഴേ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഞങ്ങളാണ്. ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി അത് ലോകത്തിൽ ആർക്കും കിട്ടുന്നത്. വേദിയിൽ അതിഗംഭീര പ്രകടനമാണ് താരം കാഴ്ചവെച്ചത്. നീഹാരം പോൽ വാക്കുകൾക്ക് അതീതമായ നാദം. എത്രയോ വർഷങ്ങളായിട്ട് ഈ പാട്ട് അറിയാവുന്ന പോലെയാണ് ഈ പാട്ട് പാടുന്നത്. നമ്മൾ തുടക്കത്തിൽ പാടിയതും ഇവിടം വരെയുള്ള യാത്രയും പിന്നെ ഇപ്പൊ പാടുന്നതും ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ വൻപിച്ച ജീവൻ. ആര്യൻകുട്ടൻ ആലപിച്ച മനോഹരമായ ഗാനം കേട്ടാലോ. മോനും ഇന്നൊരു ചെറിയൊരു ബലക്കുറവുണ്ട്. ക്ഷീണം. വരിയും ലോലം, പാടിയപ്പോഴും കുറച്ച് ലോലമായിട്ട്. ഫിനാലെ എത്തുന്നത് കൊണ്ട് ആര്യൻകുട്ടന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് MG സാർ. ശ്രദ്ധിക്കണം, കാരണം നമ്മുടെ ഫിനാലെയൊക്കെ വരികയാണ്. അപ്പൊ ഈ ക്ഷീണം ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വിധികർത്താക്കളെ പോലും വിസ്മയിപ്പിച്ചുകൊണ്ട് ഋതുവീണ എത്തുന്നു. ഇഷ്ടപ്പെട്ട് പാടിയതാണ്, കഷ്ടപ്പാടില്ലാതെ. ഋതുവീണയ്ക്ക് പാട്ടിൽ തെറ്റിയതെവിടെയെന്ന് വിധികർത്താക്കൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എല്ലാവരും നല്ല രസമായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തു. ഒരു സ്ഥലം മാത്രം ഋതുവീണയ്ക്ക് പാട്ടിൽ തെറ്റിയതെവിടെ. അമേഘ് ആലപിച്ച മനോഹരമായ ഗാനം കേട്ടാലോ. തുടർന്നും വേദിയിൽ രസകരമായ നിമിഷങ്ങളാണ് അരങ്ങേറിയത്. താളം അതൊന്നും സ്ട്രിക്റ്റ് ആയിട്ട് പോയില്ല അവിടെ കേട്ടോ. നെക്സ്റ്റ് പാട്ടിന് നമ്മൾ ശ്രദ്ധിക്കുക.